നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, ഇവിടെ കല്യാണവർമാവിൻ്റെ സാരാവലിയിലെ 19ാമത്തെ അധ്യായത്തിൽ സപ്തഗ്രഹങ്ങളുടെ യോഗ നിരൂപണമാണ് നാം ചർച്ച ചെയ്യുന്നത്. ഈ ഒരു ശ്ലോകത്തിൽ സപ്തഗ്രഹങ്ങൾ 7-8 ഭാവങ്ങളിൽ നിന്നാൽ അതിൻ്റെ ശുഭാശുഭ ഫലങ്ങളാണ് നാം ചർച്ച ചെയ്യുന്നത്. ഇവിടെ ശുഭഫലങ്ങൾ അധികം ആചാര്യൻ പറഞ്ഞിട്ടില്ല, അശുഭഫലങ്ങൾ തന്നെയാണ് ആചാര്യൻ ഇവിടെ വിശദീകരിച്ചിട്ടുള്ളത്. പ്രിയമുള്ള പ്രേക്ഷകർ, ആദ്യം ശ്ലോകം ശ്രദ്ധിക്കുക. സപ്തമഭേ സപ്തഖഗൈഹി സർവം നാശം പ്രയാതി ഭാവഫലം ഏവം രന്ധ്രഗൃഹസ്ഥൈഹി ആയുസ്സൗഖ്യാന്നപാനഹീനശ്ച. ആദ്യമായി ഈ സപ്തഗ്രഹങ്ങൾ 7ാം ഭാവത്ത് നിന്നാൽ 7ാം ഭാവവുമായി പറഞ്ഞ എല്ലാ വിഷയങ്ങൾക്കും ദോഷമുണ്ടാകും. എന്താണ് 7ാം ഭാവം? വിവാഹം, അദനാലോക, ഭാര്യാഭർത്തൃ സമാഗമഃ, ശയ്യ, സ്ത്രീസത്മ, നഷ്ടാർത്ഥ, മൈഥുനാന്യപി സപ്തമം. വിവാഹം, കാമം, ഭാര്യാഗൃഹം, ഭാര്യാഭർത്തൃ സമാഗമം, യാത്ര, പോക്കുവരവ്, വിദേശത്തുള്ള സുഹൃത്ത്, ദേവാലയ വിഷയത്തിലാണെങ്കിൽ ദേവൻ്റെ ആഭരണങ്ങൾ, ചിന്യം ദ്യൂനം ഭൂഷണാനി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 7ാം ഭാവം കൊണ്ട് ദേവൻ്റെ ആഭരണങ്ങളെ ചിന്തിക്കണം. ഭാര്യാഗൃഹം, നഷ്ടപ്പെടുന്ന ധനം, ഇതൊക്കെയാണ് 7ാം ഭാവം കൊണ്ട് ചിന്തിക്കുന്നത്. ഈ ഭാവങ്ങൾക്കെല്ലാം തന്നെ ദോഷമാകും സപ്തഗ്രഹങ്ങൾ 7ാം ഭാവത്തിൽ വന്ന്. വിവാഹ വിഷയത്തിലായാലും ഭാര്യാവിഷയത്തിലായാലും ഭാര്യാഗൃഹത്തിലായാലും ഭാര്യയെ സംബന്ധിച്ച ആരോഗ്യ വിഷയത്തിലായാലും ഒക്കെ തന്നെ 7ാം ഭാവവുമായി ബന്ധപ്പെടുന്ന ഭാവങ്ങൾക്ക് അങ്ങേയറ്റം ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുമെന്ന് സാരം. അപ്രകാരം 8ാം ഭാവത്തിൽ 7 ഗ്രഹങ്ങൾ നിൽക്കുകയാണെങ്കിൽ ആ ഭാവത്തിന് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കും. എന്താണ് 8ാം ഭാവം? സർവപ്രണാശോ വിപദോപവാദോ ഹേതുപ്രദേശോ മരണസ്യ ദാസാഹ മഠാധികം വേശ്മഗതാശ്ച വിഘ്നാഹ വിചിന്തനീയ പുനരഷ്ടമാത്. 8ാം ഭാവം കൊണ്ട് ചിന്തിക്കേണ്ടത് സർവപ്രണാശ, എല്ലാ നാശങ്ങളും, വിപത്തുക്കൾ, അപവാദങ്ങൾ, ഭൃത്യന്മാർ, ദാസജനങ്ങൾ, ഭൃത്യജനങ്ങൾ, മഠങ്ങൾ, അനാഥാലയം, മന്ദിരം, ക്ഷേത്രം, ട്രസ്റ്റുകൾ, ഇതൊക്കെയാണ് 8ാം ഭാവം കൊണ്ട് ചിന്തിക്കുന്നത്. ഈ ഭാവത്തിനെല്ലാം തന്നെ ദോഷമുണ്ടാക്കും 7 ഗ്രഹങ്ങൾ ഒരുമിച്ച് 8ാം ഭാവത്തിൽ നിന്നാൽ. നമസ്തേ.